ടീച്ചേഴ്സ് വന്നു തോന്നുന്നു. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, madam. Good afternoon. ഇപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എല്ലാവരെയും കയ്യിൽ കാണുമല്ലോ അല്ലേ? ടീച്ചർ ഏത് ലെസൺ ആണ്? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. 89 page. എടുത്തോ എല്ലാവരും? എടുത്തു മിസ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റില് നമുക്കറിയാം, വേസ്റ്റ് അല്ലെ, എല്ലായിടത്തും വേസ്റ്റ് ഉണ്ടാവും. വീടുകളിലാണെങ്കിലും നമുക്ക് എപ്പോഴും അടിച്ച് വൃത്തിയാക്കി അല്ലെ നമ്മൾ ക്ലീൻ ചെയ്യും. ഈ വേസ്റ്റ് വരുന്നത് പലതരത്തിൽ അല്ലെ, എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എനിവേ ഈ വേസ്റ്റുകളെല്ലാം എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളറിയാം ഇപ്പൊക്കെ മെഷീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് വീടുകളെല്ലാം അല്ലെ എല്ലാ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ബക്കറ്റ് ഒക്കെ വെച്ച് നമ്മളെ വൃത്തിയാക്കുമ്പോ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ തുളുമ്പിപ്പോകും ഇല്ലേ, ഉണ്ടാവാറുണ്ടാവും. സ്പില്ല് ചെയ്ത് പോകുക എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ പകർത്തി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നിലൊക്കെ വേസ്റ്റ് പിന്നിലേക്കൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ വല്ലപ്പോഴൊക്കെ എന്താണ് കൊണ്ടുപോകുന്ന ടൈമിലൊക്കെ ഒന്ന് തുളുമ്പി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ എന്താണ് വേസ്റ്റ് കൊണ്ടുപോകുമ്പോഴൊക്കെ നല്ല ബക്കറ്റ് കണ്ടെയ്നേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ് ലീക്ക് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ഇല്ലേ, ഉണ്ടാവാറില്ലേ? അങ്ങനെ തുളുമ്പി പോകുന്നതും ലീക്ക് ചെയ്ത് പോകുന്നതുമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. നമുക്കറിയാം ഇത് വീടുകളിലൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല അല്ലെ, തുളുമ്പി പോയാലും ലീക്ക് ചെയ്ത് പോയാലും ഒന്നുകൂടി നമ്മളവിടെ അഴിച്ച് ക്ലീൻ ചെയ്ത് അല്ലെ ഒന്നുകൂടി തുടച്ചൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അതേസമയം ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്കറിയാം ബ്ലഡും അതല്ലേ മറ്റേതെങ്കിലും ഇപ്പൊ ഫ്ലൂയിഡ് ഒക്കെയാണ് വേസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ മറ്റു സ്ഥലത്തേക്ക് വേസ്റ്റ് ബിന്നിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡിസ്പോസ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ തുളുമ്പി പോകുക അല്ലെങ്കിൽ ലീക്ക് ചെയ്ത് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ശരിയല്ലേ? ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ലീക്ക് ചെയ്ത് പോവുക തുളുമ്പി പോവുക എന്നൊക്കെ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിലൊക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് വെള്ള സലൈവയോ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് യൂറിനും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒക്കെ ഒരുപാട് ക്രൗഡ് അല്ലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്നതാണ് ഇൻഫെക്ഷൻ വരാം അല്ലെ. ഇൻഫെക്ഷൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അണുക്കൾ നിറഞ്ഞ ബ്ലഡ് പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അണുക്കൾ നിറഞ്ഞ ബ്ലഡും ഈ പറഞ്ഞ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെയാണ് ഈ പറഞ്ഞോളം തുളുമ്പി പോവുകയോ ലീക്ക് ചെയ്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ നിന്നും അണുക്കൾ വരാനായിട്ട് മറ്റുള്ള അല്ലെ ജനങ്ങളുടെ ഇടയിൽ അണുക്കൾ ബാധിക്കാൻ അല്ലെ എന്താ പറയുക മറ്റുള്ളവർക്കും രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ട് പഠിപ്പിക്കുന്നത്, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്.
അതായത് ഈ സ്പില്ലേജ് വേസ്റ്റ്, ഈ തുളുമ്പി പോകുന്ന അല്ലെങ്കിൽ ലീക്കായിട്ട് പോകുന്ന ഈ വേസ്റ്റുകള് അത് കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്തില്ല എങ്കിൽ ഒരുപാട് ഗുരുതര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു ബ്ലഡിന്റെയും ഫ്ലൂയിഡ്സിന്റെയും കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിനേക്കാൾ അപ്പുറം കെമിക്കൽ സ്പില്ലേജ് അല്ലെ, അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കെമിക്കൽ പോലെയുള്ള വസ്തുക്കള് അല്ലെങ്കിൽ റേഡിയേഷൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ലീക്ക് ഔട്ട് ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെ, ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് പഠിപ്പിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്നത്. അതിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് മനസ്സിലായില്ലേ? ചെറുതായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? ഇതാണ് വേസ്റ്റ് അല്ലെ. നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും അല്ലെ, അവിടെ ചികിത്സയ്ക്ക് വരുന്ന പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ബ്ലഡോ ഫ്ലൂയിഡ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയേഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, നമ്മള് ഇപ്പൊ ഒരു മെർക്കുറി നമുക്കറിയാം, പണ്ട് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെ, അത് ഉപയോഗിച്ചിട്ടൊക്കെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അതൊന്ന് അറിയാതെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് പോകുന്നത്? മെർക്കുറിയാണ് അല്ലെ. അപ്പൊ അത് എന്താണ്, അത് ആ വാതകം അല്ലെ, ഇത് കൂടുതൽ പ്രത്യാഘാതം നമുക്കറിയാം. ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുണ്ട്. അത് മാത്രമല്ല, അത് ശ്വസിക്കുകയാണെങ്കിൽ അല്ലെ, അത്തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ ഒരുപാട് റെസ്പിറേറ്ററി അല്ലെ, ശ്വാസതടസ്സം പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നോക്കാം എന്താണെന്നുള്ളത്. Any item or a material that has a spilled or leaked from its designated container or a place is referred to as spillage waste. അതായത് സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും ലീക്ക് ഔട്ട് അല്ലെ, എന്തെങ്കിലും തുളുമ്പി പോകുകയോ അല്ലെങ്കിൽ ലീക്ക് ഔട്ട് ആയി സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ക്ഡ് ഫ്രം ഇറ്റ്സ് designated container or a place is referred to as spillage waste. ഏതെങ്കിലും കണ്ടെയ്നേഴ്സിലായിരിക്കും നമ്മൾ വേസ്റ്റുകൾ നിക്ഷേപിക്കുക അല്ലെ, വേസ്റ്റുകൾ അല്ലെങ്കിൽ പുറത്തേക്ക് മറ്റേതെങ്കിലും ബോക്സിലേക്ക് എന്തെങ്കിലും കണ്ടെയ്നേഴ്സിലൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും തുളുമ്പി പോകുകയോ ലീക്ക് ചെയ്ത് പോവുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. Hospitals, laboratories, industrial facilities and homes are just a few places where this kind of garbage can be found. നമുക്കറിയാം, വീടുകളിൽ അല്ലെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ എന്താണ് വേസ്റ്റ് ഉണ്ടാവും അല്ലെ, എന്താ വെറുതെ ആണെങ്കിലും കുറച്ച് പൊടിയും എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ലെ. നമ്മള് ഇപ്പൊ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ്, ഡ്രസ്സ് ചെയ്തത് മാറ്റി കഴിഞ്ഞിട്ട് വേണം പുതിയൊരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് വേസ്റ്റ് ബിന്നിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട്. അങ്ങനെ നിക്ഷേപിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ എന്താണ്, അണുക്കളും അല്ലെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് അലക്ഷ്യമായിട്ടാണ് അത് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് പുറത്തേക്ക് അല്ലെ ചാൻസ് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇൻഫെക്ഷൻസ് ഒക്കെ എന്തെങ്കിലും അണുബാധയൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത് വ്യത്യസ്ത തരത്തിലുണ്ട് എന്ന് പറയുന്ന ഹോസ്പിറ്റലും ലബോറട്ടറികളിലും ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിലും എല്ലാം തന്നെ വേസ്റ്റുകളുണ്ട് അല്ലെ, ഇത്തരത്തിലുള്ള സ്പില്ല് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലീക്ക് ഔട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി വീണ്ടും എന്താ പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റ്, അതിന്റെ ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേര്. സ്പില്ലേജ് വേസ്റ്റ് in hospital may consist of blood, body fluids, chemicals or other potentially dangerous substances. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ ഓക്കെ അല്ലേ സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ളത്? ചിലർക്കെങ്കിലും പെട്ടെന്ന് സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ളത് മീൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, അത് തുളുമ്പി പോവുക അല്ലെ, ഓവർഫ്ലോ വന്ന് പോകുന്ന ഒരവസ്ഥയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ലീക്ക് ഔട്ട് ചെയ്തും ഇത്തരത്തിലുള്ള വേസ്റ്റ് പോകാനായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലില് ഓക്കെ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ വീടുകളിൽ അല്ലെ
കയറാൻ ലേറ്റ് ആയിട്ടാണോ അതറിയില്ല. വീടുകളിൽ നമ്മൾ ഞാൻ പറയാണ്, വീടുകളിൽ നമ്മൾ വേസ്റ്റ് നമ്മൾ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കും. മാനുവലി മെഷീന്റെ ഇതിലല്ല, മാനുവലി നമ്മൾ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ട് അല്ലെ മോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇത് ഓവർ അല്ലെ പുറത്തേക്ക് വേസ്റ്റ് ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷെ കൂടുതൽ വെള്ളമാണെങ്കിൽ എന്താണ് അത് ലീക്ക് ഔട്ട് ചെയ്യും അല്ലെ. ആ ലീക്ക് ചെയ്യുന്ന വേസ്റ്റ് വെള്ളം അല്ലെ, ആ ലീക്ക് ചെയ്ത് തുളുമ്പി പോകുന്നതിനെയാണ് സ്പിൽ വേസ്റ്റ് എന്ന് പറയുന്നത്. തുളുമ്പി പോകുക എന്നുള്ളത്. അതുമാതിരി തന്നെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന ബക്കറ്റ് അതിന് എന്തെങ്കിലും ചെറിയ ഓളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ലീക്ക് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അതാണ് ലീക്കേജ് വേസ്റ്റ് എന്ന് പറയാം. അപ്പൊ ലീക്കേജ് വേസ്റ്റും സ്പില്ലേജ് വേസ്റ്റും എന്താണെന്ന് മീൻ ചെയ്തില്ലേ. ഇനി ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ വലിയ ഇത് അല്ലെ, നമുക്കറിയാം ക്ലീനിങ് പർപ്പസ് നടത്തുമ്പോഴും ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവും. ഒപ്പം തന്നെ ലബോറട്ടറികളിലോ അല്ലെങ്കിൽ അവര് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ബോഡിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്ലൂയിഡ്സ് കളക്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ബ്ലഡ് അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ, അതൊക്കെ എടുക്കുമ്പോൾ അല്ലെ സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ എടുക്കുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് ഔട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കണ്ടെയ്നേഴ്സിലൊക്കെ നിർത്തി ചെറുതായിട്ടൊക്കെ അല്ലെ, നമുക്കറിയാം ഒരുപാട് വലിയ കണ്ടെയ്നേഴ്സിലല്ലേ ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ചെറുതാണെങ്കിലും അതിൽ ലീക്ക് ഔട്ട് ഒക്കെ അല്ലെ സ്പില്ല് ചെയ്ത് പോകുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനും ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അതൊരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഈ ഹോസ്പിറ്റലിലാവുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് നമ്മൾ പറഞ്ഞു ലബോറട്ടറികളിലൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഏതെങ്കിലും രീതിയിൽ അപകടവശാലൊക്കെ ചെറുതായിട്ടൊക്കെ ലീക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുണ്ട്. അത് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, റേഡിയേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ താഴേക്ക് ഓരോന്ന് വിവരിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ബോഡി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നും സെപ്പറേറ്റ് വിവരിച്ചു തരും. എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, അതർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെ അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് സബ്സ്റ്റൻസുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ഔട്ട് ചെയ്താൽ അല്ലെങ്കിൽ സ്പില്ല് ചെയ്ത് ഓവർഫ്ലോ വന്ന് തുളുമ്പി പോവുകയാണെങ്കിൽ അത്തരമുള്ള കാര്യത്തിനെ പറയുന്നതാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ടെസ്റ്റിലും ഇതിലും കറക്റ്റ് ചെയ്തു. വേസ്റ്റ് എന്നുള്ളത് ടെസ്റ്റിൽ ഇല്ല എങ്കിൽ, കറക്ഷൻ വന്നിട്ടില്ല എങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് തന്നെ കാണിച്ചു തരും. സ്പില്ലേജ് എന്നല്ല, സ്പില്ലേജ് വേസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ. ലൈനൊക്കെ ഒന്ന് ജസ്റ്റ് ഓക്കെ, ഫോർത്ത് ലൈനാണ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന്, എവിടേക്ക് ഉണ്ടാവാൻ സാധ്യത എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കാം. സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവാം, ലബോറട്ടറികളിലും ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിലും ആൻഡ് ഹോംസിലെല്ലാം ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാവാം അല്ലെ. ലബോറട്ടറികളിലൊക്കെ സ്പില്ലേജ് വേസ്റ്റിന്റെ സാധ്യത കൂടുതലാണ്. പിന്നെ എന്താണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്? ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജുകളാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാം അല്ലെ. എന്തെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ അല്ലെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ, അതിന്റെയൊക്കെ എന്തെങ്കിലും ലീക്ക് ഔട്ടുകൾ, അതാണ് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാറോ? ഫസ്റ്റ് പാരഗ്രാഫിൽ ഓക്കെയാണോ? ഓക്കെയാണോ ഫസ്റ്റ് പാരഗ്രാഫ്? നിങ്ങൾ 1-2 പേര് മാത്രം മെസ്സേജ് അയക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ചില എല്ലാവർക്കും ഒരുപോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. കാരണം എന്നാലത് പ്രത്യേകിച്ച് ഒരു പുതിയ ചാപ്റ്റർ ആകുമ്പോൾ അതിന്റെ ജസ്റ്റ് മീനിങ് എന്താണെന്ന് ക്യാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആർക്കാണെങ്കിലും ബുദ്ധിമുട്ട് അല്ലെ, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് കിട്ടിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കുക. എന്താണ് സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, ലീക്കേജ് സംഭവിക്കുന്ന വേസ്റ്റുകൾ, അത് ഏതൊക്കെ തരത്തിൽ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ട്? ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് കെമിക്കൽസിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് വരാം.
Then next എന്താണ് നെക്സ്റ്റ് നോക്കാം. Genuine management of leakage waste is important to protect the health and protection of people and the environment. അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, ഇത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അത് അണുക്കളൊക്കെ നിറഞ്ഞ ബ്ലഡൊക്കെയാണ് താഴേക്ക് സ്പ്രെഡ് ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ അണുക്കളെല്ലാം എല്ലായിടത്തേക്കും വ്യാപിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനെ കൈകാര്യം ചെയ്യണം അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Genuine management of leakage waste is important to protect the health and protection of people and the environment. Then എന്താണ് പറയുന്നത്, in hospitals leakage waste can cause a risk of infection to healthcare workers and patients as well as prospectors for the spread of diseases. ഹോസ്പിറ്റൽ ആവുമ്പോൾ ആർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാവും? ഈ ഒരു ലീക്കേജ് സംഭവിച്ചാലോ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ ആർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കാം? ഒന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്യിക്കാം, നമ്മളോടൊപ്പം തന്നെ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ ഞാൻ പറയുകയും ഓക്കെ നഴ്സുമാർ വരാം, പേഷ്യൻസിന് വരാം. ഓക്കെ, പേഷ്യന്റിനും സ്റ്റാഫുകൾക്കും അല്ലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രോബ്ലംസ് സംഭവിക്കും. അത് മാത്രമാണോ? പേഷ്യന്റിനും സ്റ്റാഫിനും മാത്രമാണോ? അല്ല, അവിടുത്തെ എൻവയോൺമെന്റിനും അല്ലെ അതുമായി ബന്ധപ്പെട്ട ആ പ്രകൃതിക്കും എന്തെങ്കിലും അല്ലെ കെമിക്കലൊക്കെ ആണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിന് വിസിറ്റേഴ്സിന് സംഭവിക്കാം. നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് അല്ലെ. അവിടെയുള്ള പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സും പെടും, പേഷ്യൻസും പെടും, വിസിറ്റേഴ്സ് എല്ലാവരും തന്നെ പെടും അല്ലെ. അവർക്ക് എല്ലാവർക്കും തന്നെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ കൂടി അത് ബാധിക്കും എന്നുള്ളതാണ് അല്ലെ. അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വായുവിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രകൃതിയെ കൂടി അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഇൻ ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെന്റ്. അതുകൊണ്ടാണ് അവർ എടുത്ത് പറയുന്നത് പീപ്പിളിനെയും എൻവയോൺമെന്റിനെയും ബാധിക്കും. ഇൻ ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് എ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് ആസ് വെൽ ആസ് ഹോസ്പിറ്റൽസ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. അവർക്ക് എല്ലാവർക്കും രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിസൈഡ്സ് dangerous leakage waste can threaten the environment if not managed in a proper manner. കൃത്യമായിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്തില്ല എങ്കിൽ അല്ലെ അപകടകരമായ അവസ്ഥയിൽ എൻവയോൺമെന്റിനെ കൂടി അത് ബാധിക്കും. അപ്പൊ മൂന്ന് കൂട്ടി അല്ലെ നമ്മള് പീപ്പിൾസിനെ മൊത്തത്തിനെ ബാധിക്കും, ഒപ്പം തന്നെ എൻവയോൺമെന്റിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. Okay, then next എന്താ പറയുന്നത്, to successfully manage leakage waste in hospitals, it is necessary to have a leakage response plan in place, providing an appropriate equipment for leakage response, train staff on leakage response procedures, then use apt containment materials and properly discard the waste in accordance with the local regulations and hospital policies. അതായത് നമുക്ക് മനസ്സിലായി അല്ലേ, എൻവയോൺമെന്റിനെ ബാധിക്കും, അവിടെയുള്ള ജനങ്ങളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ലീക്കേജുകൾ അല്ലെങ്കിൽ സ്പില്ലേജുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അല്ലെ ജെന്യൂൻ ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രത്യേകമായിട്ട് ഒരു റെസ്പോൺസ് പ്ലാൻ അല്ലെ, പെട്ടെന്ന് തന്നെ അവിടെ ഒരു പ്ലാൻ അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും ആ പ്ലേസിലൊക്കെ തന്നെ. Then provide an appropriate equipment for leakage response. അതായത് നമ്മൾ ഏത് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പൊ തന്നെ അതല്ലേ തുടച്ച്, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ എത്രയും പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സ്റ്റാഫുകൾ അല്ലേ ആ ലീക്കേജുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കറിയാം ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും എല്ലാവർക്കും തന്നെ എല്ലാത്തിനുള്ള ട്രെയിനിങ് ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇത് ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കണം. ദെൻ എന്താണ് ട്രെയിൻഡ് സ്റ്റാഫ് അതിനാവശ്യമാണ്. ദെൻ ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയർ യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സാധനം എത്രത്തോളം നമുക്ക് ലീക്കേജ് സംഭവിച്ചു അതിനെല്ലാം നമുക്ക് എന്താണ് അവിടെ നിന്ന് നീക്കി കളയാനായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് മതിയായ ഒരു എക്യുപ്മെന്റ് അല്ലെ, മതിയായ നമുക്ക് ഒരു പാഡ് ഉപയോഗിച്ചിട്ട് അത് വലിച്ചല്ലേ നമുക്ക് തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ അത്രയും അതിന് മതിയായ തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കണം. Then properly discard the waste in accordance with the local regulations and hospital policies.
അത് മാത്രമല്ല നമ്മളിത് പെട്ടെന്ന് ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ട അല്ലെ മറ്റേ എല്ലാത്തിനും കൂടി അണുക്കൾ പിടിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് തന്നെ സാൾട്സ് ബിന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അപകടകരമായിട്ടുള്ള ബിന്നുകൾ നിക്ഷേപിക്കുന്ന നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ കളറിലുള്ള ബിന്നുകളൊക്കെ ആയിരിക്കും. ആണോ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ വേസ്റ്റുകളൊക്കെ ഒന്നര പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന പ്ലേസിൽ ഇന്ന സാധനങ്ങൾ നിക്ഷേപിക്കുക എന്നൊക്കെ ഉള്ളത്. ആണോ? ഓക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് നിക്ഷേപിക്കേണ്ടതനുസരിച്ചിട്ട് തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിക്ഷേപിക്കണമെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ കൊണ്ടൊന്ന് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കില്ല. കെമിക്കലൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാം കൂടി ഒന്നിച്ച് തീയെടുത്തൊന്നും നശിപ്പിക്കാൻ സാധിക്കില്ല. അതിനൊക്കെ ലൊക്കാലിറ്റിയിലെ അല്ലെ ഏത് സ്ഥലത്താണോ നമ്മുടെ ഹോസ്പിറ്റൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ലൊക്കാലിറ്റിയുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ആണെങ്കിലോ അതിന്റെയൊക്കെ പെർമിഷനൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് ആ എൻവയോൺമെന്റിനെയൊക്കെ പൊല്യൂഷൻ അല്ലെ അവിടെയൊക്കെ മലിനമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹസാർഡ് അപകടകരമായ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് തന്നെ വേണം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഈ ഒരു വേസ്റ്റ് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാം സാധാരണ രീതിയിലുള്ള വലിയ അപകടകരമല്ലാത്ത സംഭവങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസി എന്താണോ പറയുന്നത് ആ രീതി തന്നെ ഫോളോ ചെയ്തിട്ട് അത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ളതാണ്, ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത്. അതില് പ്രധാനമായിട്ടും നമുക്ക് ലീക്കേജ് എന്താണ്, സ്പില്ലേജ് വേസ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ സംഭവിച്ചാൽ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് ആർക്കൊക്കെ ദോഷങ്ങൾ വരുത്തും, ആർക്കൊക്കെ ദോഷങ്ങൾ വരുത്തുന്ന പറഞ്ഞത് അവിടെയുള്ള പീപ്പിൾസിനെ അല്ലെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക്, അതായത് വിസിറ്റേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ പ്രോബ്ലംസ് വരുത്തും. ഒപ്പം തന്നെ എൻവയോൺമെന്റിനെയും ബുദ്ധിമുട്ടിലാക്കും അല്ലെ. അതോടൊപ്പം തന്നെ പീപ്പിൾസ് ആൻഡ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് അത് കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓരോന്നിലും നിങ്ങൾ ഇത് തന്നെ പഠിച്ചുകൊണ്ട് പോകും. അതായത് ഓരോ സ്പില്ലേജ് വേസ്റ്റും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് അല്ലെ അതുമായി ബന്ധപ്പെട്ട മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഇതിലെല്ലാം നിങ്ങൾ ഓരോ ഇതുകൾ പഠിക്കുന്നുണ്ട്. അത് കണ്ടെയ്ൻമെന്റ് ക്ലീൻ ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നതും എല്ലാം തന്നെ ഓരോന്നിനും കൃത്യമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഒരു ഉള്ളടക്കമാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ളത്. അപ്പൊ അതില് കൃത്യമായിട്ട് പറയുന്നത് അത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അത് തുളച്ച് വൃത്തിയാക്കുന്നത്. പിന്നെന്താണ് കൃത്യമായിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യണം അല്ലെ. അത് എല്ലാവരുടെയും വലിച്ചെറിയാൻ പാടില്ല. ലോക്കാലിറ്റിയിലൊക്കെ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ആ റെഗുലേഷൻസ് അല്ലെ നടപടിക്രമങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് അക്കോർഡൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ, ഡിസ്കാർഡ് വിത്ത് ദ അല്ലെ ഡിസ്കാർഡ് ദ വേസ്റ്റ് ഇൻ അക്കോർഡൻസ്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇത് പ്രോപ്പർലി ഡിസ്കാർഡ് ചെയ്യേണ്ടത് എന്തിന്റെയൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, ഏതൊക്കെ റെഗുലേഷൻസ് അല്ലെ ലോക്കൽ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് സാധാരണയായിട്ടുള്ള എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളത് മീൻ ചെയ്യുന്നത് എന്താ മനസ്സിലാക്കി എടുക്കുക. സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് അതിലെല്ലാം പെടും അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് എല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്, സ്പില്ലേജ് വേസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു പാരഗ്രാഫ് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഒരാളുടെ മാത്രമല്ല നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഒരുപാട് പേര് ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. ലാസ്റ്റ് ലൈൻ. ഓക്കെ, ലാസ്റ്റ് ലൈൻ പറയാം. Discard the waste in accordance with the local regulations and hospital policies and properly discard. അതായത് നമ്മളിപ്പോ വേസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ്സ് ഒക്കെ പാഡുകളും അബ്സോർബഡ് പാഡുകൾ എന്നൊക്കെയാണ്. അതായത് അത് വലിച്ച് ആകിയൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന
അബ്സോർബഡ് പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത് മതിയായ രീതിയിൽ. നമുക്കറിയാം ഒരുപാട് ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് മതിയായ സാധനങ്ങൾ വേണം. അല്ലെങ്കിൽ ചെറിയ ലീക്കേജ് ഒക്കെ ആണെങ്കിൽ അതിനെ വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, അത് ഉപയോഗിച്ചിട്ട് തന്നെ അത് നമുക്ക് കൈകാര്യം ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വസ്തുക്കളൊക്കെ നമുക്ക് വേസ്റ്റ് ബിന്നിൽ ഉടനെ കൊണ്ടുപോയി ഇടാൻ പറ്റില്ല അല്ലെ, അതിലെന്താണ് അണുക്കളാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ടാവും ഇത് ബയോ ഹസാർഡ് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിന്നാണ്, അങ്ങനെ കൃത്യമായിട്ട് അപകടകരമായിട്ടുള്ള ബിന്നാണ്. അതായത് അതിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോഴാണ് ആ വേസ്റ്റ് ബിന്നിലെ എല്ലാ സാധനങ്ങളും കൂടി ഒന്നിച്ച് അത് എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് അനുസരിച്ചിട്ട്. അതായത് ഓരോരുത്തർ ഹോസ്പിറ്റലിനും പോളിസികളുണ്ട്, നയങ്ങളുണ്ടാവും ഇതെങ്ങനെയാണ് ഇത്തരം വസ്തുക്കളെ നശിപ്പിച്ച് കളയേണ്ടതെന്ന്. അത് അനുസരിച്ചിട്ട് തന്നെ നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഇച്ചിരി കൂടി കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് അപ്പുറം അല്ലെ, നമുക്കറിയാം ലൊക്കാലിറ്റിയുടെ ഒക്കെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമാണ് അത് നശിപ്പിച്ച് കളയാനായിട്ട് പാടുള്ളൂ. കാരണം അവിടുത്തെ പൊല്യൂഷനെ അല്ലെ എൻവയോൺമെന്റിനെ ബാധിക്കും. അവിടെ എൻവയോൺമെന്റ് അതായത് പ്രകൃതി എന്തെങ്കിലും അല്ലെ മലിനമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പെർമിഷൻ കിട്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ കുറച്ചും കൂടി കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അതാണ് ആ പോയിന്റിൽ എടുത്ത് പറയുന്നത്. ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ്. ഇത്തരത്തില് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുകയും വേണം. ഒപ്പം തന്നെ എന്തെങ്കിലും ലോക്കൽ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസി നയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അതിലെന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹസാർഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ അപകടകരമായ വേസ്റ്റുകൾ, അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാൻ പറ്റുന്ന അണുക്കൾ നിറഞ്ഞ എന്തെങ്കിലും സ്പില്ലേജ് ആണ് എങ്കിൽ അതിനെങ്കിലും ഹസാർഡ് വേസ്റ്റ് എന്ന് പറയാം അല്ലെ. അത്തരത്തിലുള്ള റിസ്കുകളുള്ള ഹസാർഡ് വേസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഹസാർഡ് വേസ്റ്റുകളുമായി കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഹെറാറിസം ഓഫ് ദ റിസ്ക് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഫസ്റ്റ് വൺ? ഇൻഫെക്ഷൻ. എല്ലാവർക്കും ഇൻഫെക്ഷൻ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. Leakage of blood and body fluids can spread transmittable diseases such as HIV, hepatitis B and C, and other blood-borne pathogens. അതായത് നമുക്ക് പകരാനായിട്ടുള്ള അല്ലെ സാംക്രമിക രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ലീക്കേജ് ഓഫ് അണുക്കൾ നിറഞ്ഞ ബ്ലഡ് ഫ്ലൂയിഡ് സാധനങ്ങളൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെങ്കിൽ അതുവഴി എന്താണ് മറ്റുള്ളവർക്കും അസുഖങ്ങൾ അല്ലെ, ബ്ലഡിലൂടെയൊക്കെ അസുഖങ്ങൾ അണുക്കളൊക്കെ കയറി മറ്റുള്ളവർക്കും അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള ട്രാൻസ്മിറ്റബിൾ അതായത് പകർന്നു പോകാവുന്ന അല്ലെ മറ്റുള്ളവർക്കും പടർന്നു പിടിക്കാവുന്ന അസുഖങ്ങൾക്കുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട് HIV, ഹെപ്പറ്റൈറ്റിസ് B and C എന്നൊക്കെ. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്കറിയാം അല്ലെ മറ്റുള്ളവർക്കും പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറിയ ഒരു ലീക്കേജ് ആണ് സംഭവിക്കണമെങ്കിൽ ആ ലീക്കേജ് എവിടെയെങ്കിലും ആരുടെയെങ്കിലും അല്ലെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലോ പേഷ്യൻസിന്റെ ഇടയിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ പെട്ടെന്ന് തന്നെ അവർക്കും ആ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇതുകൾ അല്ലെ അസുഖങ്ങൾ പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ ആണ് HIV പോലെയുള്ള അസുഖങ്ങളെ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ കരൾ വീക്കമൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയണ്ട, അതിന്റെ അതർ ബ്ലഡ് ബോൺ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും രോഗാണുക്കൾ അല്ലെ മറ്റേതെങ്കിലും രീതിയിൽ ബ്ലഡിലൂടെ രോഗാണു പ്രവേശിച്ചിട്ട് വരാൻ പറ്റുന്ന അസുഖങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ഹു എൻഗേജ് വിത്ത് പൊള്യൂട്ടഡ് ഐറ്റംസ് ആണ് അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് സിക്ക്. അതായത് ഇത്തരത്തിലുള്ള അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും എന്താണ് ഇത്തരത്തിലുള്ള റിസ്ക് കൂടുതലാണ് അല്ലെ. അവരും നമുക്കറിയാം ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ അണുക്കള് അവരുടെ ശരീരത്തിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ടുള്ള സാധ്യത ഇവർക്കും കൂടുതലാണ് എന്നുള്ളതാണ്.
healthcare staff and patients who engage with the polluted items are at risk of getting this. അതായത് നമ്മളിപ്പോ ബോഡി ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് മാത്രമല്ല, നമ്മളിപ്പോ എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സിസേഴ്സ് ഒക്കെ അതിലൂടെയും എന്താണ് ആളുകളെല്ലാം കൃത്യമായിട്ട് തന്നെയല്ല അത് ഡിസ്പോസ് ഒക്കെ ചെയ്യണമെങ്കിലും അല്ലെ, മറ്റുള്ള മുറിവുകൾ ചെറിയ രീതിയിലൊക്കെ ഓരോ മുറിവുകളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അങ്ങനെ ഇവിടെയൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിലൂടെയൊക്കെ രോഗാണുക്കൾ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ എക്സ്പോഷർ. എന്താണ് കെമിക്കൽ എക്സ്പോഷറിൽ പറയുന്നത്? ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ടു ടോക്സിക് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ലീഡ് ടു സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ്. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കെമിക്കൽ അല്ലെ, കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് വരും. എന്തെങ്കിലും അത് ചോർച്ചകളോ നമ്മളിപ്പോ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലും ലബോറട്ടറികളിലൊക്കെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ചോർച്ചകളൊക്കെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അത് മറ്റുള്ളവരൊക്കെ ലീക്ക് സംഭവിക്കുമ്പോൾ എന്താണ് അവിടെയുള്ളവരും എന്താണ് അത് ശ്വസിക്കും അല്ലെ. അങ്ങനെ ശ്വസിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം? ശ്വാസം തട്ടും അല്ലെ, ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അപ്പം തന്നെ കൈമയൊക്കെ അല്ലെ നമ്മളെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെ, അതുമാതിരി തന്നെ സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. കെമിക്കൽ എക്സ്പോഷർ ആണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെയാണ്. ഓക്കെ, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് HIV അല്ലെ, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, പകർന്നു പിടിക്കാൻ പറ്റുന്ന ഡിസീസുകൾ. അതില് പറയുന്നതാണ് HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരെയാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസിനെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു HIV കൊടുത്ത് അല്ലെ മറ്റേതെങ്കിലും ക്യാൻസറും സംഭവങ്ങളൊക്കെ കൊടുത്താൽ നമുക്കറിയാം ക്യാൻസർ ഒന്നും ഇങ്ങനെയൊന്നും വളർന്നു പിടിക്കുന്ന ഒരു അസുഖമല്ല അല്ലെ. ക്യാൻസർ ഒക്കെ നമുക്കറിയാം മറ്റു രീതിയിൽ അല്ലെ നമുക്കൊരു ചെറിയ മുറിവിലൂടെ അങ്ങോട്ട് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളല്ല. അതേസമയം HIV പോലെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ള അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ കെമിക്കൽ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന പ്രോബ്ലമാണ് സ്കിൻ ഇറിറ്റേഷനും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ. ജസ്റ്റ് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചുറി. അതായത് എന്താണ് ഇഞ്ചുറി എന്ന് പറയുന്നത്? മുറിവുകൾ അല്ലെ. ലീക്കേജ് ഓഫ് ഷാർപ്പ് ക്യാൻ endanger both the healthcare staff and patients, increasing the risk of puncture wounds and the possibility of bloodborne pathogens. അതായത് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമുക്കറിയാം എന്താണ് ഡ്രസ്സിങ്ങും കാര്യങ്ങളും മറ്റെല്ലാ കാര്യത്തിനൊക്കെ അവർക്ക് ചെറിയ ചെറിയ അല്ലെ ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നീഡിലായിട്ടോ പെൻ പോലെയുള്ള കത്തികളോ സിസേഴ്സ് അല്ലെ നമ്മൾ കത്രികളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അവർക്കും ഈ രീതിയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ചെറിയ മുറിവുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിലൂടെ അണുക്കളെല്ലാം സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇഞ്ചുറികൾ നമുക്കറിയാം. ഇത് ചിലപ്പോ ആണെങ്കിൽ അത് ഉപയോഗിച്ച് അറിയാതെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വലിയ കെയറോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മാറ്റിയൊക്കെ വെക്കണമെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വരെ ചിലപ്പോൾ രോഗി എന്തെങ്കിലും നമുക്കറിയാം അത് കെയറായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവിടെയുള്ള പേഷ്യൻസിന് കൈകാര്യം ചെയ്യുമ്പോൾ സ്റ്റാഫുകൾക്ക് അറിയാം നല്ല കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും രോഗിക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെ എന്തെങ്കിലും ഡിസീസിൽ എന്തെങ്കിലും കുറവുകളും കൂടുതലുകളൊക്കെ വരുമ്പോൾ അതനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു പക്ഷെ ആ ഒരു അല്ലെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യുമ്പോൾ കൈമാറ്റങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ മുറിവുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ മുറിവിലൂടെ എന്താണ് രോഗാണുക്കളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ ഒക്കെ നമ്മൾ എന്തിനാ കൊടുക്കാറ്? ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിരിക്കുകയാണോ? നിങ്ങൾ കൂടെ ഒന്ന് ആക്റ്റീവ് ആണ്. റേഡിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കാറ്? ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് റേഡിയേഷൻസ് കൊടുക്കാറ്. അപ്പൊ റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്തും അതില് എന്തെങ്കിലും കിരണങ്ങൾ കൂടിപ്പോയാലൊക്കെ അല്ലെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയാലൊക്കെ എന്താണ് അവിടെയുള്ള അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. Leakage of radioactive materials can expose healthcare workers and patients to ionizing radiation.
which can cause radiation illness, cancer or other health issues. അപ്പൊ അവർക്കും എന്താണ് റേഡിയേഷൻ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാൻസറുകൾ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതും അല്ലെ റേഡിയേഷൻ ഒക്കെ കൊടുക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ ഹാൻഡിൽ ചെയ്യും. നമ്മള് എന്താണ് ഇത്തരത്തിലുള്ള ഹസാർഡ് വേസ്റ്റിന്റെ റിസ്കുകളാണ്, അപകടങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞു, എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ കെമിക്കൽ എക്സ്പോഷർ അല്ലെ, കെമിക്കൽ എക്സ്പോഷർ വഴി നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഇഞ്ചുറി, മുറിവുകൾ വരാം, മുറിവുകൾ വഴിയും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാം. ദെൻ എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ, അതായത് റേഡിയേഷൻ എല്ലാം നടത്തുമ്പോഴും അതിലൂടെ വീക്ക് ഔട്ട് ഒക്കെ സംഭവിച്ച് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഫസ്റ്റ് എടുത്ത വഴി തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിവേ എന്തായാലും നോക്കാം. എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ? നമ്മൾ ലാസ്റ്റ് അല്ലെ നമ്മൾ പറഞ്ഞു, എല്ലാ വ്യക്തികൾക്കും മാത്രമല്ല നമ്മുടെ പ്രകൃതിയെയും ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ബാധിക്കുമെന്നുണ്ട് അല്ലെ. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ contaminate the environment, including soil, water and air. എത്തരത്തിലുള്ള എൻവയോൺമെന്റിൽ പെടുന്നത് അപ്പൊ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ? എന്തൊക്കെ പെടും? അവിടുത്തെ മണ്ണ് അല്ലെ, വെള്ളം, വായു അല്ലെ, അവിടുത്തെ മണ്ണിലും വെള്ളത്തിലും വായുവിലൊക്കെ അണുക്കൾ അറിയാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ആ ഒരു പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ്, മലിനമാക്കപ്പെടുത്തുന്നു എന്തിനെ? പ്രകൃതിയെ. ഇൻക്ലൂഡിങ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. This pollution can cause long-term result on a human health and the environment. നമുക്കറിയാലോ ചില ഫാക്ടറിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ പുറന്തള്ളപ്പെട്ടിട്ട് ഒരുപാട് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ, എൻഡോസൾഫാൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ചിലതൊക്കെ പേപ്പറിലൊക്കെ നമ്മൾ ന്യൂസ് ചെയ്ത് കേൾക്കാറുണ്ട് അല്ലെ. എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്ന് പുക ശ്വസിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ട്, കുറെ പേർക്ക് ക്യാൻസർ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അതൊക്കെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻസും എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു ലീക്കേജ് കൊണ്ട് സംഭവിക്കും. ഹോസ്പിറ്റൽ ആകുമ്പോഴും ഇത്തരത്തില് ലീക്കേജുകൾ വഴി സോയിൽ അല്ലെ, മണ്ണിനെയോ പ്രകൃതി വിഭാഗങ്ങളായിട്ടുള്ള വെള്ളത്തിനെയും എയറിനെയും വായുവിനെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത് നമുക്കറിയാം. റേഡിയേഷൻ കൊടുക്കുന്നത് എന്താണ്? ഒരു രാവിലെ അതിന്റെ ആ കിരണങ്ങൾ, ആ ഒരു സാധാരണയായിട്ട് വികിരണങ്ങളാണ് അല്ലെ. ആ വികിരണങ്ങളാണ് റേഡിയേഷൻ, അയനൈസിങ് റേഡിയേഷൻ. ആ അയനൈസിങ് റേഡിയേഷന് വിധേയമാകുന്ന സമയത്ത് ചെറിയ രീതിയിലെങ്കിലും അല്ലെ ലീക്കേജുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. റേഡിയേഷനൊക്കെ കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്നും ആ വ്യക്തികളുടെ കൂടത്തിലേക്ക് കുഴിച്ചു കുട്ടികളൊന്നും ഇടില്ല. കാരണം എന്താ വേണ്ട, അതിന്റെ കണങ്ങളെല്ലാം അവരുടെ ശരീരത്തിൽ നിന്നും ആ വായുവിലൂടെ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ വരാനായിട്ട് അല്ലെ, അത് വരാനായിട്ടൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് ആ കൊച്ചുകുട്ടികളെ ഒന്നും ആ ടൈമിലൊന്നും അവരെ സമീപിക്കാൻ അല്ലെ, അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാത്തത്. ഓക്കെ, അത് നാച്ചുറലി വായുവിലൂടെ തന്നെ മറ്റു വ്യക്തികളുടെ ശരീരത്തിലേക്ക് ആവലിക്കാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, ഫ്ലൂയിഡ് മാത്രമല്ല. തീർച്ചയായിട്ടും ഞാൻ അതാണ് നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത്. ഫ്ലൂയിഡ്സ് മാത്രമല്ല, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. കെമിക്കൽ എക്സ്പോഷർ ഉണ്ട്. അതേമാതിരി തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, കത്രികകളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോഴും അതുവഴിയും എന്താണ് ഈ അണുക്കൾ സ്പ്രെഡ് ചെയ്ത് പോകുക അല്ലെ. ലീക്കേജ് എന്ന് പറയുമ്പോഴും ഒരിക്കലും ആ വെള്ളം ഇത് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കരുത്. എന്താണ് ഫ്ലൂയിഡ്സും ബ്ലഡും മാത്രം, അതൊക്കെയാണ് നമ്മൾ അല്ലെ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അത് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കരുത്. തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അത് സ്പില്ലും ലീക്കേജും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് അതങ്ങനെ മനസ്സിലാക്കി തന്നത്. എന്താണ് തുളുമ്പി പോകുക എന്നുള്ളത്, എന്താണ് ലീക്ക് ഔട്ട് ചെയ്തു പോകുക എന്നുള്ളത്. തീർച്ചയായിട്ടും മറ്റു തരത്തിലുള്ള അല്ലെ നമ്മുടെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സ്പില്ലേജ് വേസ്റ്റുകളാണ് എന്ത് കെമിക്കൽ എക്സ്പോഷറും ഇഞ്ചുറി വഴി, അതായത് നമ്മുടെ ഷാർപ്പ് വസ്തുക്കൾ അല്ലെ, പെൻ പോലെയുള്ള കത്രികകളോ അല്ലെങ്കിൽ കത്തികളും ഒക്കെ വഴി അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ വഴി സാധ്യതയുണ്ട്. റേഡിയേഷൻ, അതായത് ശരീരത്തിന്റെ അവരുമായി റേഡിയേഷൻ ഒക്കെ ആയിട്ട് എളുപ്പത്തിൽ നമ്മളറിയാം വളരെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് അത്തരം ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ അവർ തയ്യാറാക്കുന്നത്.
ഏതെങ്കിലും രീതിയിൽ ആ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഞാൻ പറഞ്ഞു പ്രകൃതി അല്ലെ, പ്രകൃതിയെയും ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ബാധിക്കാം. അത് സോയിൽ വഴി, വാട്ടർ വഴി, എയർ വഴി അല്ലെ, വായുവിലൂടെയും വെള്ളത്തിലൂടെയും മണ്ണിലൂടെയൊക്കെയാണ് അതിന്റെ അണുക്കളെല്ലാം അതിലാണ് പറ്റിപ്പിടിച്ചിട്ടാണ് അത് മലിനമാകപ്പെടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് എന്താണ്, ലീഗൽ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് inappropriate handling and disposal of leakage waste may cause in a legal and financial liability for hospitals and healthcare organization. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് വേസ്റ്റുകളല്ലേ, എല്ലാ വേസ്റ്റുകളും അല്ലെ, അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് കത്തിച്ച് കളഞ്ഞ് അല്ലെ, വായു മലിനമാക്കാനൊന്നും നമുക്കുള്ള അർഹതയില്ല അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും അതിനുള്ള അർഹതയൊന്നുമില്ല. അത് കൃത്യമായിട്ട് തന്നെ ലൊക്കാലിറ്റിയിലേക്ക് റെഗുലേഷൻസ്, നിയമ നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അവിടെയൊക്കെ അനുവദിച്ച് ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമോ ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്താണ്, നിയമപരമായിട്ട് തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റി ഹോസ്പിറ്റലിന് ഉണ്ടാവും. അതായത് നമുക്കറിയാം കേസ് ചാർജ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഹെൽത്ത് ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആർക്കെങ്കിലും ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതായിട്ട് വരും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൃത്യമായി തന്നെ ഡിസ്പോസ് ചെയ്യണം. എന്താ, അല്ലെങ്കിൽ ഇത് നശിപ്പിച്ച് കളയുന്നതിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമായി മുന്നോട്ട് പോകാൻ അതിനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്ത് പറയുകയാണ്. അപ്പൊ 6 അല്ലെ, അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ വരികയാണ്. ഏത്, സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് മറ്റ് അല്ലെ, സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി, കെമിക്കൽ എക്സ്പോഷർ വഴി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഇഞ്ചുറി വഴി എന്താണ് അല്ലെ, ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു വ്യക്തികൾക്കും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെയും ഇത് ഈ ലീക്കേജുകൾ ബാധിക്കുന്നുണ്ട്. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, കൃത്യമായിട്ട് തന്നെ ഡിസ്പോസും കാര്യങ്ങളൊക്കെ ചെയ്തില്ല എങ്കിൽ അല്ലെ, വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ടാണ് നശിപ്പിക്കപ്പെടാതെ ഇരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ആ ഹോസ്പിറ്റലിൽ മുൻകൈ എടുക്കേണ്ടതായിട്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ ആണോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെ ഡിസ്പോസല് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലീഗൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റി ആയിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ഡിസ്പോസൽ അല്ലെ ആരുടെയൊക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് നമ്മുടെ ലോക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസിക്കൊക്കെ വിധേയമായി തന്നെ കൈകാര്യം ചെയ്യണം. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ബാധിക്കുന്നത് എന്താ പറയുമ്പോഴല്ലേ, കണ്ടാമിനേറ്റ് ഇൻക്ലൂഡിങ് സോയിൽ, വാട്ടർ ആൻഡ് എയർ എല്ലാത്തിനെയും ബാധിക്കും അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷനെ ബാധിക്കുമെന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സോയിൽ വേസ്റ്റ്, സോയിൽ, വാട്ടർ ആൻഡ് എയർ. പിന്നെ എന്താണ് നമ്മുടെ ഓരോന്നിനും വരുന്ന മാറ്റേഴ്സ് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് കെമിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ ഇഞ്ചുറി എങ്ങനെ അണുക്കള് പഞ്ചർ വൂൺസ് അല്ലെ ആഴത്തിലുള്ള മുറിവിലൂടെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസിന് എക്സാമ്പിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C എന്നൊക്കെയുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. ഓക്കെ ആണോ? നമുക്ക് അടുത്തൊരു ടോപ്പിക് കൂടി എടുക്കാം. കുറച്ചും കൂടി എടുക്കാലോ. ഓക്കെ, എന്തെങ്കിലും പോയിന്റ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു തന്നെ പോവുക.
ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വിഷാംശങ്ങൾ അല്ലെ, വിഷപദാർത്ഥങ്ങളാണ് അതിൽ നിന്ന് വരുന്നത് അല്ലെ. കെമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിഷാംശങ്ങളാണ് അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ശ്വസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണ് പ്രോബ്ലംസ് സ്കിന്നിന് അല്ലെ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ാണോ ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന കെമിക്കൽ എക്സ്പോഷറിൽ വരുന്നതാണ്. എന്താണ് അവർക്ക് വിഷപദാർത്ഥങ്ങൾ ശ്വസിക്കേണ്ടതായിട്ട് വരും അല്ലെ. കെമിക്കൽ എന്ന് പറയുന്നത് വിഷാംശങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണ് സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ അല്ലെ ഈ വില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റ് വരാനായിട്ടുള്ള എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ ആകുമ്പോൾ എവിടെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെ ലീക്കേജ് വരാനായിട്ട് എവിടെയൊക്കെയാണ് സാധ്യതകൾ? എന്തെങ്കിലും ചികിത്സാപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ ബ്ലഡ് എടുക്കുമ്പോൾ എന്താണ് ഫ്ലൂയിഡ്സ് എടുക്കുമ്പോഴൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ലാബിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് അല്ലെ അതുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ സാധ്യതയുണ്ട്. പേഷ്യന്റ് കെയർ അല്ലെ പേഷ്യന്റിനെ നമ്മള് എന്ത് കാര്യത്തിനും അല്ലെ ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോഴൊക്കെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരെ അങ്ങോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ അവരെ നമുക്കറിയാം സ്വമേധയാ അവർക്കൊന്നും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത്. അവരെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ മെഡിക്കൽ വേസ്റ്റ്, അതായത് വേസ്റ്റുകൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റേ വേസ്റ്റ് ആക്കിയാലേ ഓക്കെ ഡ്രസ്സിങ് ഇഞ്ചുറി അത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഡ്രസ്സിങ് ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ അതിലെ വേസ്റ്റ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വരാം. അതേമാതിരി തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കുന്ന സമയത്തും അതുമ്മ പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെ കണക്കുകൾ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് നമ്മൾ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു ബിന്നിലൊക്കെയാണോ നിക്ഷേപിക്കുന്നത് അല്ലെ ആ ഒരു ബിന്നിൽ നിന്ന് മൊത്തത്തിൽ എവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് എവിടെയാണോ അത് നശിപ്പിച്ച് കളയേണ്ട സ്ഥലം അല്ലെ അവിടേക്ക് പകർത്തിക്കൊണ്ടു പോകുന്ന സമയത്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു പോയിന്റിലേക്ക് പോകാം. വ്യത്യസ്ത അല്ലെ ഹോസ്പിറ്റലിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ലീക്കേജ് ഓക്കെ വേസ്റ്റ് പിന്നെ ഫുള്ളായാലും അല്ലെ ഓവർഫ്ലോ വന്ന് ലീക്കേജുകൾ വരാം. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹസ്ബൻഡ് പറയുന്നത് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രോം, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രോം സെവറൽ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വ്യത്യസ്ത തരത്തിലുള്ള ലീക്കേജുകൾ വരാം. ഹിയർ ആർ സം എക്സാമ്പിൾ ഓഫ് പോസിബിൾ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ during surgeries, blood transfusion and dialysis, there is a risk of leakage of blood and body fluids. അതായത് നമുക്കറിയാം സർജറി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെ മെഡിക്കൽ പ്രൊസീജിയർ ആണ്. അതേമാതിരി തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതായത് കിഡ്നി ഫെയിലിയർ ഒക്കെ ആവുന്ന സമയത്തൊക്കെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരുമ്പോഴൊക്കെ അല്ലെ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ബ്ലഡ് കാര്യങ്ങൾ കൂടുതലേ അത് കയറ്റി ഉള്ളത് ഒഴിവാക്കിയൊക്കെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെറിയ രീതിയിലൊക്കെ ലീക്കേജുകൾ വരാം. അത് എന്താണ് അതെല്ലാം എന്താണ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുകളാണ് അല്ലെ ഇത്തരത്തിലുള്ള സർജറി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താണ് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെയാണ് ലീക്കേജ് ആയിട്ട് വരുന്നത്. ലബോറട്ടറി ടെസ്റ്റിങ് നമ്മൾ ഇതേമാതിരി തന്നെ ലബോറട്ടറികളിലേക്ക് എന്തും യൂറിൻ ആണെങ്കിലും ബ്ലഡ് ആണെങ്കിലും അല്ലെ എന്താണെങ്കിലും ഏത് ശരീരത്തിന്റെ ഏത് ദ്രാവകമാണെങ്കിലും അതെല്ലാം എടുത്ത് നമ്മൾ ടെസ്റ്റിങ് കാര്യങ്ങൾക്ക് വിധേയമാവുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ലീക്കേജ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Hospitals carry out a different laboratory test on blood, urine and other body fluids. These tests can consist of the use of chemicals, then reagents and other ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതായത് എന്തെങ്കിലും അല്ലെ നമ്മള് ഓരോ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതിന്റെ ഒപ്പം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രതിപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെ റിയാക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതെല്ലാം തന്നെ ചെറിയ രീതിയിലൊക്കെ ലീക്കേജുകളൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്.
അപ്പൊ നമ്മള് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ലബോറട്ടറിയിൽ കൊണ്ടുപോകുന്ന സമയത്തും ഒപ്പം തന്നെ അത് ടെസ്റ്റിങ്ങും കാര്യങ്ങളും വേണ്ടിയിട്ട് അല്ലെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ പേഷ്യൻസുകൾ അല്ലെ ഏതെങ്കിലും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വിധേയമാക്കുന്നതെങ്കിൽ അതും എന്താണ് ചെറിയ രീതിയിലൊക്കെ ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ദെൻ പേഷ്യന്റ് കെയർ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എന്താണ് in the course of a patient care activities such as changing bed lines, cleaning depends or helping with the personal clean lines, there is a risk of a leakage of body fluids and other materials. നമ്മളിപ്പോ കിടത്തി ചികിത്സിക്കുന്ന വ്യക്തികൾ അതായത് അവർക്ക് സ്വമേധയെ കൈകാര്യം ചെയ്യാനൊന്നും പറ്റാതെ വരുമ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. നമുക്കറിയാം യൂറിനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അവരെ വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള തന്നെ എന്തെങ്കിലുമൊക്കെ ലീക്കേജുകൾ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ എന്തെങ്കിലും കോഴ്സ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ് contaminated dressings and other dangerous materials. അതായത് നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ചില മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അത് കൃത്യമായിട്ട് തന്നെ എല്ലാം അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതിനടുത്ത് എന്താണ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. അതായത് എന്തെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതും റിപ്പയർമെന്റ് കാര്യങ്ങൾ അല്ലെ. ഹോസ്പിറ്റൽ യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ അല്ലെ. അത് വളരെ സങ്കീർണമായിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അത് പരിഹരിച്ചു പോകുന്ന സമയത്ത് അല്ലെ അതിന്റെ പരിഹാരം സാധ്യമാക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ സംഭവിക്കാം. ദ യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇൻ ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ കോസ് ലീക്കേജ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്ത് അപകടകരമായിട്ടുള്ള ഈ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ അടുക്കം നിറഞ്ഞ വേസ്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ ഡിസ്കസ് മെസ്സേജ് ഉണ്ടായിരുന്നു ഓവർഫ്ലോ ആയിട്ട് വരുന്നത്. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മെഡിക്കൽ വേസ്റ്റ് ലബോറട്ടറി സാമ്പിൾസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ ടു ആൻ ഓഫ് സൈറ്റ് ഫെസിലിറ്റി there is a risk of leakage. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും മറ്റുള്ളവരിടത്തേക്ക് ചിലപ്പോൾ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്തിട്ട് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കറിയാം ചില ഹോസ്പിറ്റലിലൊക്കെ ലാബിന്റെ സൗകര്യമൊക്കെ മറ്റു ചില ടെസ്റ്റുകൾക്കൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയാനായിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലുമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് കളയാനായിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ലീക്കേജുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് അവിടെ ഒപ്പം തന്നെ ലീക്കേജ് മാത്രമല്ല സ്പില്ലേജ് ഓവർഫ്ലോ ഒക്കെ വന്ന് നമ്മള് ബില്ലുകളൊക്കെ കൈകാര്യം ചെയ്ത് മൊത്തത്തിൽ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ലീക്കേജിനോടൊപ്പം സ്പില്ലേജ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തില് വ്യത്യസ്ത രീതിയിൽ ഹോസ്പിറ്റലിൽ എന്താണ് ലീക്കേജ് വേസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. ഓരോ പോയിന്റും വായിച്ചു നോക്കുക. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ബട്ട് അത് സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് 3-4 പോയിന്റ്സ് വരുമ്പോൾ നമ്മള് മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം പലതരത്തിലുള്ള ലീക്കേജ് വേസ്റ്റിന് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നല്ലേ. പേഷ്യന്റ് കെയർ ചെയ്യുമ്പോൾ ലബോറട്ടറി ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ മെഡിക്കൽ പ്രൊസീജിയർ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഹാൻഡ്ലിംഗ് ഡിസ്പോസൽ മെഡിക്കൽ വേസ്റ്റ് അല്ലെ എന്തെങ്കിലും പേഷ്യന്റിനെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് മൊത്തത്തിൽ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എവിടേക്കെങ്കിലും ഇത് കളക്ട് ചെയ്ത സംഭവങ്ങളുടെ ടെസ്റ്റിങ് കാര്യങ്ങൾക്കും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡിസ്പോസൽ ആയിട്ടുള്ള നമ്മള് ഒഴിവാക്കാൻ നശിപ്പിച്ച് കളയണമെന്നുള്ള ലീക്കേജ് വസ്തുക്കളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എവിടേക്കെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോയി നശിപ്പിച്ച് കളയാനൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണം ഏതെങ്കിലും പോയിന്റ്സ്?
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് പറയുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം എല്ലാവർക്കും എല്ലാം ഞാൻ ഇടയ്ക്കിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു ചാപ്റ്ററിന്റെ ഒരു ബേസിക് നമ്മൾ ക്യാച്ച് ചെയ്യണം അല്ലെ. വില്ലേജ് എന്താണ്, ലീക്കേജ് വേസ്റ്റ് എന്താന്ന് നമ്മൾ ക്യാച്ച് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉദ്ദേശിച്ചൊന്നുമില്ല. ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് അല്ലെ. ഹോസ്പിറ്റലില് ഒരുപാട് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലതരത്തിൽ അല്ലെ. വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ്. നമ്മള് അതിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ അണുക്കൾ നിറഞ്ഞ സാധനങ്ങൾ അല്ലെ, അണുക്കൾ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്. അപ്പൊ ആ ഷാർപ്പ് വസ്തുക്കളിൽ ഈ അണുക്കളെ പറ്റി പിടിച്ചിരിക്കാം. അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അണുക്കൾ സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വേസ്റ്റ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് മറ്റേത് അല്ലെങ്കിൽ കൃത്യമായിട്ട് കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അതായത് കൃത്യമായിട്ട് തന്നെ എല്ലാം എങ്കിലും നമ്മൾ എല്ലാ കാര്യം ഇപ്പൊ ഗ്ലൗസ് ഒക്കെ കൂടിയിട്ടാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ഒന്നും ചെയ്തില്ല എങ്കിലൊക്കെ ലീക്കേജുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.